മാറുന്ന കലണ്ടറിനെ നോക്കി ഏതോ പുതിയ മനുഷ്യനെ സൃഷ്ടിക്കാൻ ശ്രമിക്കരുത്. തെറ്റിയ വഴി കണ്ടുപിടിച്ച് തിരുത്തിയ വഴിയിലൂടെ നടക്കാൻ പഴയ മനുഷ്യനെ പ്രാപ്തരാക്കലാണ് പുതുക്കപ്പെടൽ. പുതുക്കപ്പെടാനുമാണ് ക്രിസ്തു വന്നതും വരാനിരിക്കുന്നതും. തെറിച്ച കൊള്ളിയെയും ചേർത്ത് പിടിച്ചവനാണ് വീണ്ടെടുപ്പിന്റെ നമ്മുടെ ദൈവം. എങ്ങനെ ജീവിക്കേണ്ടവനായിരുന്നു ഞാനെന്നും ഇപ്പോൾ എവിടെ ആയിരിക്കുന്നുവെന്നും എവിടെ ആയിരിക്കേണ്ടവനായിരുന്നു ഞാനെന്നും ധൂർത്തുപുത്രൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ചുറ്റുപാടുമല്ല ധൂർത്തുപുത്രനാണ് മാറിയത്. ചുറ്റുപാടും മാറിയില്ല, എന്നാൽ വ്യഭിചാരിണിയായ സ്ത്രീ മാറി. പുഴു ആയിരുന്നപ്പോൾ നിലനിന്നിരുന്ന അതേ ചുറ്റുപാട് തന്നെയാണ് അവൻ പൂമ്പാറ്റയായി തീർന്നപ്പോഴും ഉള്ളത്. മാറിയത് ചുറ്റുപാടല്ല, പുഴുവാണ്. മേലിൽ തെറ്റ് ചെയ്യരുതെന്ന് പറയുമ്പോൾ ചുറ്റിലും തെറ്റ് ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നാണ് കർത്താവ് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് മാറ്റപ്പെടലാണ് പുതുവർഷത്തിലെ തിരിച്ചറിവ്. ലാസർ ജനിച്ച് മരിച്ച് ജീവിച്ചവനാണ്. അവൻ വീണ്ടും ജീവനിലേക്ക് തിരിച്ചു വന്നപ്പോൾ ചുറ്റുപാട് പഴയപടി തന്നെയാണുള്ളത്, എന്നാൽ ലാസർ മാറി. ലാസർ മാറിയപ്പോൾ അവൻ ആരാലും ബഹുമാനിക്കുന്ന ഏതൻസിലെ ബിഷപ്പായി തീർന്നു. ഇതാണ് മാറ്റം. ചുറ്റുമുള്ളവരെ ആനന്ദം നിറക്കുന്ന ഒരു മാറ്റമാണ് നമ്മൾ എന്നും ആഗ്രഹിക്കേണ്ടത്. തിരിച്ചറിഞ്ഞ് സക്കേവൂസ് ഇരട്ടയായി എല്ലാം ഞാൻ തിരിച്ചു കൊടുക്കുമെന്ന് പറയുമ്പോൾ അവനും അവന്റെ ഭവനവും ചുറ്റുപാടും ആനന്ദം കൊണ്ട് നിറയുകയാണ്. ഈ ആനന്ദമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഈ ഭവനത്തിൽ രക്ഷ വന്നിരിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതാകണം പുതുവർഷത്തിലെ നമ്മുടെ തീരുമാനങ്ങൾ. ഓർക്കുക, വരാനിരിക്കുന്ന ഒരു അതിഥിയല്ല ജീവിതം. ഇന്നിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തലാകണം നമ്മുടെ ഓരോ തീരുമാനങ്ങളും. ഇന്നലകൾ നമ്മോടൊപ്പമില്ല, നാളെ നമുക്ക് കാണാൻ കഴിയില്ല. നമ്മുടെ കൂടെയുള്ളത് ഇന്ന് മാത്രം. വിശുദ്ധ മദർ തെരേസ പറഞ്ഞ മൊഴിയാണ്. കളപറിച്ച് നിലം നല്ലതാക്കി നമുക്ക് വിത്ത് വിതക്കാം. തീർച്ചയായും അവിടെ 100 മേനി 1000 മേനി വിളയും.